നമസ്കാരം. ജസ്ന തിരോധന കേസിൽ ഒരുപാട് വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരുന്നു. വാർത്തകളിൽ ഇങ്ങനെ ഓരോ ദിവസം ഓരോരുത്തർ ജസ്നെ കണ്ടു, ജസ്നെ അവിടെ കണ്ടു, ജസ്ന ഇവിടെ തട്ടവിട്ട് പോകുന്നു, അല്ലെങ്കിൽ ജസ്ന സിറിയയിലുണ്ട്, ജസ്ന അവിടെയുണ്ട് ഇവിടെയുണ്ട്, അങ്ങനെ ഒരുപാട് മണ്ണിനടി കാത്തിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്ന ഇദ്ദേഹത്തിന്റെ ലോഡ്ജിന് തൊട്ട് മുമ്പിൽ CC ക്യാമറയിൽ അവളുടെ മുഖം സമ്മാനിച്ച് അവൾ അപ്രത്യക്ഷയായി. അവൾ ഈ ലോഡ്ജിനുള്ളിലേക്ക് കയറി ഇവരാരോ തല്ലിക്കൊന്ന് ഇവിടെ എവിടെയോ താത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വാട്ടർ ടാങ്കിൽ താത്തി, അല്ലെങ്കിൽ ഇവിടുന്ന് കെട്ടിപ്പെറുക്കി ഇവിടുന്ന് കടത്തി വേറെ വനത്തിലോ മറ്റെവിടെയോ കുഴിച്ചു മൂടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കിംവദന്തികളാണ് പരക്കുന്നത്. ജസ്നയെ കുടുക്കിയ ആള്, അല്ലെങ്കിൽ ജസ്ന ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ സ്വസ്ഥമായിട്ട് അവർ വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മലയാളികൾ എല്ലാവരും ജസ്നയുടെ ജീവൻ ഇന്ന് നഷ്ടപ്പെട്ടിട്ടില്ല, അവൾ ഇന്നലെ നാളെ തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാ മലയാളികളും ഇരിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്. ഇവിടെ പോയി ഇപ്പോൾ കഴിഞ്ഞ ഞാൻ ബാംഗ്ലൂർ യാത്ര നടത്തി. ഇവിടെ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആര് കണ്ടുപിടിക്കാനാണ്? ജനത്തിന് മുമ്പിൽ മുഖം കൊടുക്കാതെ അവൾക്ക് സുഖമായിട്ട് വേണമെങ്കിൽ ഒളിച്ച് താമസിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും കോലാഹലങ്ങൾ നടക്കുമ്പോൾ അവൾക്ക് അങ്ങനെ ഒളിച്ചിരിക്കാൻ വേണ്ടി സാധിക്കുമോ? അവളുടെ അച്ഛനും അവളുടെ സഹോദരിയും ഒക്കെ അവളെ കാത്ത് നാട്ടിലുണ്ട് എന്നുള്ളത് അവൾക്കറിയാം. എന്നെങ്കിലും അവളുടെ അച്ഛനെ അവളുടെ സഹോദരിയെ വിളിക്കുമെന്നുള്ള പ്രതീക്ഷ ആ വീട്ടുകാർക്കുണ്ട്, നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ജസ്ന ഇപ്പോഴും എവിടെയാണെന്നുള്ള യാതൊരു പിടിയും കിട്ടാതെ എല്ലാവരും ഒന്നും മറഞ്ഞ് അവൾ ഒളിച്ചിരിക്കുകയാണ്. ജസ്ന നഷ്ടപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള സമയങ്ങളിൽ ഈ മുണ്ടക്കയത്ത് വന്ന് ഇവിടുത്തെ CC ക്യാമറയിൽ അവളുടെ മുഖം സമ്മാനിച്ച് അവൾ യാത്രയായി. ആ CC ക്യാമറ ഇദ്ദേഹത്തിന്റെ ലോഡ്ജിന്റെ മുമ്പിലുള്ള CC ക്യാമറയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മോട് ചേരുന്നത്. എന്താണ് ഇപ്പോൾ ഈ ജസ്ന കേസിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? ഇതിപ്പം നമ്മളെ താൽക്കാലികമായിട്ടൊരു ജോലിക്കാരി രമണി എന്ന് പറഞ്ഞ അവിടെ താമസിച്ചിട്ടുണ്ട്. രമണി താമസം ഉണ്ടായിരുന്നു. അവിടെ പല ദോഷം കൊണ്ടൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ മേലാത്തോണ്ട് അവരെ ഒഴിവാക്കി. അതിന്റെ വൈരാഗ്യത്തിന് അന്ന് തന്നെ അവരെന്നെ നിരക്കട്ട ഒരു കേസ് കൊടുത്ത് എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പോയിരുന്നു. നിങ്ങൾ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയാ പോയി. അതെങ്ങനെ ഈ ലോഡ്ജ് വെച്ചിട്ടാണോ സംസാരിച്ച് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും. ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇതൊക്കെ ആരാളെ ഇവിടെ ജസ്റ്റ് ഈ സമിതിപ്പെടാൻ ഇവിടെ. പക്ഷെങ്കിൽ അന്ന് ഇവർ ചീത്ത വിളിക്കുന്ന സമയത്ത് ഇവിടെ ചീത്തയായിട്ടല്ല, ചീത്ത വിളിക്കുന്നില്ല, ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പോകുന്നു. 2 ദിവസം കഴിയുമ്പോൾ സോറി പറയും, വീണ്ടും വരും. നമ്മളെ വീട്ടിൽ അങ്ങനെ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ സോറി പറഞ്ഞു വരുമ്പോൾ അവരെ സ്വീകരിച്ച് വിളിച്ചകത്ത് കയറേണ്ട ആവശ്യം പിന്നീട് ഇല്ലല്ലോ. ഇല്ല, ഇവിടെ വരുമ്പോൾ നമ്മൾ കൊടുക്കും. പല കാലേ വീഴും, ഒന്നുമില്ല കഴിച്ചില്ലെന്ന് പറയും, കൊടുക്കുന്നു, ഫുഡ് കൊടുക്കുന്നു. അല്ല, ഞാൻ അവിടെയാണ് സംശയം ചോദിക്കുന്നത്. നിങ്ങളെ ചീത്ത വിളിക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഭയങ്കരമായിട്ട് തെറി വിളിക്കുകയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ചൂടായിട്ട് നിങ്ങളെ പെടുത്തി കളയും, നിങ്ങൾക്ക് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കേസ് ഈയിടെ കൊടുത്തത് ഇതെല്ലാം ഇറക്കി വിട്ടതിന് ശേഷം പിന്നെ വിളിച്ചിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതുപോലെ നിങ്ങളുടെ നേരെ ചൂടാവുന്ന ഒരു സ്ത്രീ പിന്നീട് കയറി വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ഭക്ഷണം കഴിച്ചില്ലെന്ന് പറഞ്ഞാലും അങ്ങനെ നിങ്ങളുടെ നേരെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് അങ്ങനെ ചൂടാകുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ചൂടാകുമ്പോൾ ശരിയാ വിട്ടു അങ്ങ് പോകും, പിന്നെ കരഞ്ഞു പിടിച്ചു ഇങ്ങനെ ചെയ്യും. ഈ കഴിഞ്ഞ പ്രാവശ്യമാണ് ഈ സംഭവം ഉണ്ടായത്. അല്ല, അതെനിക്കൊരു സംശയം തോന്നുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ശത്രുവാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ശത്രു രീതിയിലല്ല സംസാരിക്കുന്നത്. യഥാർത്ഥ ശത്രുവായി കഴിഞ്ഞ ദിവസങ്ങളാണ്. ഇവിടെ പൂർണ്ണമായിട്ട് ഞാനോട് ഒഴിവാക്കി. അന്നാണ് വിവരാവകാശക്കാരെന്ന് പറഞ്ഞ ഒരാളെ പോയി കണ്ടിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളും നടക്കാത്ത കാര്യങ്ങളെല്ലാം കൊണ്ട് പരാതി അയക്കുകയും പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും അവിടെ വെച്ച് കോംപ്രമൈസ് ചെയ്യും, വീണ്ടും അത് റീഓപ്പൺ ചെയ്യും. പിന്നെയാണ് ജാതിപ്പേര് വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരു കേസുണ്ടാക്കി ജാമ്യമില്ലാ കേസിൽ അകത്താക്കാൻ ശ്രമിച്ചു. പോലീസ് അറസ്റ്റ് ചെയ്തോ? ഇല്ല, അറസ്റ്റ് ചെയ്തില്ല. ഇതുപോലെ FIR എടുത്തു. FIR എടുത്തപ്പോൾ ഞാൻ വക്കീലിനെ കണ്ട് മുൻകൂർ ജാമ്യം എടുത്തു. മുൻകൂർ ജാമ്യത്തിന് ശരി ഗ്യാപ്പ് ഉണ്ടായിരുന്നു. മുൻകൂർ ജാമ്യത്തിലാണോ? അതെ, മുൻകൂർ ജാമ്യം എടുക്കുന്ന ഗ്യാപ്പിൽ ഇവരെ വിളിച്ച് ഞാൻ സംസാരിച്ചു. അത് എൻ്റെ കയ്യിലുണ്ട്. സംസാരിച്ചപ്പോഴത്തേക്കും ഞാൻ ഇത് മാറത്തില്ല, എനിക്ക് പറഞ്ഞ പൈസ എല്ലാവരും 50,000 3 ലക്ഷം മേടിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് 25,000 രൂപ കിട്ടിയിരുന്നു. ഞാൻ അവരെ തരാം, നീ കോടതി എന്ന് പറഞ്ഞു. ഒരു മാനകാര്യം ഉണ്ടാക്കട്ടല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഇവിടെ ചെന്നപ്പോൾ ഞങ്ങളെ ജാമ്യാപേക്ഷ വെക്കുന്ന കോടതിയിൽ വന്ന ജസ്ന കേസ് 4 കൊലപാതകത്തിൻ്റെ മുണ്ടക്കയത്തുണ്ടായ 4 കൊലപാതകത്തിൻ്റെ ആൾ ഞാനാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു അവിഡോവിറ്റ് ഇത് ഇവിടെ ഇട്ടു. നിങ്ങൾക്കെതിരെ ഈ മുണ്ടക്കയം പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും FIR മുൻപ് ചാർജ് ചെയ്യപ്പെട്ടുണ്ടോ? എന്തെങ്കിലും കേസ് ഉണ്ടോ നിങ്ങൾക്കെതിരെ? ഇല്ല, ഞങ്ങൾ ജ്യേഷ്ഠന്യമായ വസ്തുതർക്കിന്റെ ഉണ്ടായിരുന്നു. അതല്ലാതെ വേറെ പുറത്തുള്ള തല്ല് കേസോ അങ്ങനത്തെ കേസ്, മറ്റുള്ള പീഡന കേസുകളോ നിങ്ങൾക്കെതിരെ ഒന്നും ചാർജ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് പുറത്ത് നിങ്ങൾക്കെതിരെ ഇടുന്ന ഫസ്റ്റ് FIR ഈ സ്ത്രീ കൊടുത്താണോ? ഈ സ്ത്രീ കൊടുത്തു. ഞങ്ങൾ ജ്യേഷ്ഠന്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതിന് സിവിൽ കേസ് അത് നിങ്ങളുടെ കുടുംബകാര്യം അതോടെ നിൽക്കട്ടെ. ഈ പുറത്ത് പബ്ലിക്കിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടില്ല. ഈ സ്ത്രീ എന്ത് പറഞ്ഞാണ് ഇപ്പോൾ ഇവിടെ നിന്ന് അവസാനമായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളെ എന്താ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞാണ്? ഈ ജസ്ന കേസ് എന്തിനാണ് ഇവർ വലിച്ചടിച്ചത്? നിങ്ങൾ അതിലേക്ക് കൊണ്ടുവന്നത്? ഇവർ ഉദ്ദേശിക്കുന്ന ആദ്യം ഇവരെ പീഡിപ്പിച്ച് ഇവിടെ വർഷങ്ങളായി താമസിപ്പിക്കുന്ന പറഞ്ഞ് കൊടുത്ത് പോലീസ് അന്വേഷണം തള്ളി. അപ്പോഴാണ് അടുത്ത ഈ സംഭവം ജസ്ന കേസ് എടുത്തത്. നിങ്ങൾ അവരെ പീഡിപ്പിച്ച് ഇവിടെ വർഷങ്ങളായിട്ട് താമസിപ്പിക്കുകയാണോ? എങ്ങനെ പീഡിപ്പിക്കുന്നു? സെക്ഷൽ ആയിട്ടുള്ളതാണോ? എല്ലാ പീഡനം ചെയ്ത് അത് ഇവരെ ദേഹോപദ്രവിപ്പിക്കുന്നു. എല്ലാ സൈഡും പീഡനങ്ങൾ ഏൽപ്പിച്ച് ഇവിടെ വെച്ചിരിക്കുന്നു എന്ന് പറയാം. ലാസ്റ്റ് പോലീസ് അന്വേഷണം പറയാം അങ്ങനെയല്ല. അവർ അത്യാവശ്യം പ്രായമുള്ള സ്ത്രീയാണല്ലോ. അതെ, സെക്ഷലായിട്ട് പീഡിപ്പിക്കുന്ന ആ ഒരു പ്രായമൊക്കെ അവർ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ. ഇതൊക്കെ പറഞ്ഞ് ആക്കിയെടുക്കാം. ഞാൻ പറയും, നമ്മളൊരു കേസ് ഒരു അഡ്വക്കേറ്റിനെ കണ്ട ഒരു നിയമവശം ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ കേസ് ജയിക്കാൻ വേണ്ടി എന്തൊക്കെ പോയിന്റുകൾ ചേർക്കാവോ അതിലും ചേർക്കും. അതാണ് ഇതിൻ്റെ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എത്ര വയസ്സുണ്ട്? 50-ന് മുകളിലുണ്ട്. 55 വയസ്സുണ്ട്. നമ്മുടെ കേസിലത്ത് 56 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുമ്പോൾ ജാമ്യം ഇല്ലാതെ ഞാൻ അകത്ത് പോകുന്ന സമയത്ത് ഞാൻ എന്ത് കൊടുത്ത് വില കൊടുത്ത് പൈസ കൊടുത്ത് ഈ കേസ് ഒതുക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. അത് നടന്നില്ല. ആ സമയത്താണ് ഇവർ കൂടാലോചന ചെയ്ത് ഈ ജസ്ന കേസിന് വിളിച്ചത്. ജസ്ന കേസ് ഇത്ര പ്രഭാതമായിട്ട് നിൽക്കുന്നില്ലേ? എങ്ങനെയാണെങ്കിൽ ഒരു ചാനലുകാരെ കിട്ടി അന്നേ അന്വേഷണം നടക്കുമല്ലോ. ഇതുപോലെ ഇങ്ങനെ ഈ അവസ്ഥയിലാക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റും. അതാണ് അവർ ചെയ്തത്. ഇപ്പൊ ഇവർ ഈ കേസ് കൊടുത്തു, ജസ്നയോട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയിലേക്ക് പിന്നെ കടന്നു. ഇപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താ? ഇപ്പൊ സിറ്റുവേഷൻ നമുക്ക് പറഞ്ഞാൽ നമ്മൾ
നമ്മളതിൽ ഒരു കുറ്റമില്ല, അതുകൊണ്ട് എപ്പോഴും തുറന്നു വയ്ക്കുക. പിന്നെ നമ്മളെ ഈ അവമാനിച്ചതിനും നമ്മളൊക്കെ ഈ പ്രത്യേകിച്ചും നിയമപരമായിട്ട് അത് നമ്മൾ നോക്കും. ഈ സ്ത്രീക്കെതിരായിട്ട് നമ്മൾ ചെയ്യും, അതിന് നിയമ നടപടി എടുക്കും. ജസ്ന പണ്ട് വീട്ടിൽ നിന്ന് അവള് ഇറങ്ങിപ്പോയി, മുണ്ടക്കയത്തുള്ളവരുടെ ബന്ധു വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞാണ് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നാണ് പറയുന്നത്. ഈ മുണ്ടക്കയത്ത് ഉള്ള ഈ ബന്ധു വീടുമായിട്ടോ ജസ്നയുമായിട്ടോ ജസ്നയുടെ പിതാവുമായിട്ടോ അല്ലെങ്കിൽ കുടുംബവുമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇതുവരെ യാതൊരു ബന്ധമുണ്ടല്ലോ? നിങ്ങൾ കണ്ടിട്ടേ ഇല്ല? ഇല്ല, ആരും ജസ്നയുടെ പിതാവിനെ കണ്ടിട്ടുണ്ട്? ഇല്ല. ഞാൻ ഇന്ന് ആദ്യമായിട്ട് കാണുന്ന ഇതില്ല, ചാനലിലാണ് കാണുന്നത്. അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയാം, പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല, കണ്ടിട്ടേ ഇല്ല? ഇല്ല, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. നിങ്ങളെ അറിയുന്ന ആരെങ്കിലും നിങ്ങൾ ജസ്നയുടെ കുടുംബമായിട്ടോ അല്ലെങ്കിൽ ജസ്നയുമായിട്ടോ എന്തെങ്കിലും അടുപ്പമുള്ളതായിട്ട് ആരെങ്കിലും വെളിപ്പെടുത്താൻ തയ്യാറായാലോ? ഇല്ലില്ല, ഒരിക്കലും അങ്ങനെ വരത്തില്ല. ആരും വെളിപ്പെടുത്തില്ല? ആരും വെളിപ്പെടുത്തില്ല, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ഒരു മുമ്പ് സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്ന ഏത് സുഹൃത്തുക്കളാണ് ഇന്ന് അകന്നു നിൽക്കുന്ന ആളുകൾ, ഏത് അകന്ന കൊണ്ടാണ് അവർ കറക്റ്റായിട്ട് തെളിയിക്കണം. അതിന് തെളിയിക്കാൻ വഴികളുണ്ടല്ലോ, ചുമ്മാ പറഞ്ഞാൽ പോരല്ലോ. സാഹചര്യങ്ങളുണ്ട്, മാപ്പിംഗ് ഉണ്ട്, എല്ലാം ചെയ്യട്ടെ. ഇപ്പോൾ ഈ വൈരാഗികൾ ഇപ്പോൾ തന്നെ ഈ സ്ത്രീ തന്നെ വൈരാഗികളുണ്ടെങ്കിൽ ഇപ്പോൾ സംസാരിച്ചു, അതിൻ്റെ കുറേ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. ബിസിനായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല ഈ കേസുമായിട്ട്. യാതൊരു ഇതെന്നെ വലിച്ചഴിച്ച് എന്നെ തേജോവം ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത്.